പള്ളി കഴിച്ചിട്ട് വന്നോളൂ. പക്ഷെ പള്ളിയിൽ പോയപ്പോ ഉണ്ടല്ലോ പതിവ് പോലെ കുറെ സംഭവം കിട്ടി. അതിന്റെ ഒരു ഇതിലാണ് ഞാനിരിക്കുന്നത്. ആ നമ്മുടെ മുകളിൽ ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ട് കയറി 4ാമത്തെ വീടില്ലേ, ആ നാസറിന്റെ മകളെ കെട്ടിച്ചിട്ട് ഞാൻ കല്യാണത്തിനൊക്കെ പോയതടി. ഇപ്പൊ 4ാം ദിവസമായപ്പോ പെണ്ണ് വീട്ടിൽ വന്നു. ഞാൻ ഓർത്ത് പെണ്ണ് വീട്ടിൽ വന്ന് പറഞ്ഞ് ചിലപ്പോ ഈ വിരുന്നിനൊക്കെ വരുന്ന പോലെ ഞാൻ കരുതിയോ. അന്നേരത്തെ അവര് പറയുക അവിടെ ഭയങ്കര ഡിസ്കഷൻ. ആ പെണ്ണ് തിരിച്ചു വന്നിച്ചു. അവര് പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് തന്നെ പ്രശ്നം 4 ദിവസം കഴിച്ച് തിരിച്ചു. അയ്യോ 3 ദിവസം കഴിഞ്ഞ് അവിടുത്തെ കുറുതിയും കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നതാണ്. അവർക്ക് വേണ്ടാന്ന് പറഞ്ഞ് പോകുന്നു. വേണ്ടാന്ന് പറഞ്ഞാൽ അവന് പിന്നെ കണ്ടുപിടിക്കുകയില്ല, പെണ്ണ് പിടിക്കുകയില്ല, ഒരു അലവരാതി സ്വഭാവവും ഇല്ല. പക്ഷെ അവർക്ക് വേണ്ട. അല്ലേ ഇപ്പോഴത്തെ പെൺപിള്ളേരൊക്കെ ഇങ്ങനെ തന്നെ, ഒരു പ്രശ്നമില്ല, ചുമ്മാ അങ്ങനെ ഇവർക്ക് ടൈം പാസ് ആയിട്ട് അവര് കാണുന്നു. ശരി വണ്ടി അതങ്ങനല്ല ഇത്. പിന്നെ ഇത് അവനെ ഒരു ഗുണമില്ലാത്തവനാണ്. അവന് കഴിവൊന്നും ഇല്ലേ. ഒട്ടനെ ഇപ്പോൾ അവിടെ കഴിവിന്റെ അല്ല കുഴപ്പം, കഴിവല്ല ഉള്ളതാ. പിന്നെ കഴിവൊന്നും ഉണ്ടാകുന്നതിന്റെ പ്രശ്നമല്ല. അവള് പറയുന്നത് അവള് ആദ്യത്തെ ദിവസം 3 ദിവസം കൊണ്ട് പാട്ടുകെട്ടി മടക്കി. 1ാമത്തെ ദിവസം അവള് പറയുന്നത് അവള് അവിടെ കല്യാണ ഡ്രസ്സ് അവള് വീട്ടിൽ പോയി തപ്പി നോക്കുമ്പോൾ കല്യാണ ഡ്രസ്സ് കാണുന്നില്ല. നോക്കിയപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഓ ഇതിപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അത് തിരിച്ചു കൊടുത്താൽ അതിന് പൈസ കിട്ടുന്നു. അത് തിരിച്ചു കൊടുത്തു. അത് പോട്ടെ, അത് നല്ല പുണ്യകർമ്മമാണല്ലോ എന്നൊക്കെ ഓർത്ത് അവള് സമാധാനിച്ചു. അടുത്ത ദിവസമാക്കി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ അവളുടെ കൂട്ടുകാരെ എടുത്തോട്ട് പോകാൻ വേണ്ടി നോക്കിയപ്പോഴത്തേന് സ്കൂട്ടി ഇല്ല. സ്കൂട്ടി എന്തെന്ന് ചോദിച്ചാൽ പറയണം, ഇവിടം വരെ താഴം വരെ ഈ ഒരു ഷോർട്ട് കട്ട് വഴി അങ്ങോട്ട് ഇറങ്ങി പോകുന്നതിന്, നിന്റെ വീട് വരെ പോകുന്നതിന് നിനക്കെന്തിനാ സ്കൂട്ടി, ഇവിടുന്ന് ഷോർട്ട് കട്ട് വഴി അങ്ങോട്ട് പോകാമല്ലോ എന്ന് പറയുക. അപ്പോൾ ആ സ്കൂട്ടി അവൻ തിരിച്ചു കൊടുത്തു. അങ്ങനെ 3 നിനക്ക് ചിരി വരുന്നല്ലേ. അതാ പറയുന്നത്. അവളിപ്പോൾ 3ാമത്തെ ദിവസം അവള് പറയുന്നത് അവർ രണ്ടും ഒരുമിച്ചൊരു അക്കൗണ്ട് തുടങ്ങിയായിരുന്നു. ആ അക്കൗണ്ട് തുടങ്ങിയതിൻ്റെ അകത്ത് അവളുടെ ആങ്ങളുടെ കൊച്ചിൻ്റെ ഏതാണ്ട് ഒരു ചെറിയ സംഭവത്തിനായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പൈസ എടുക്കാൻ നോക്കിയപ്പോൾ പൈസ ഇല്ല അക്കൗണ്ടിൽ. നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ ആ അക്കൗണ്ടിലെ പൈസ എടുത്ത് ഷെയറിലിട്ടെന്നോ അതാണ്ടൊക്കെ പറഞ്ഞ് നമുക്ക് സൂക്ഷിക്കേണ്ടതെന്നൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം അവള് പറയുന്നത് എനിക്ക് ഇവൻ്റെ കൂടെ ജീവിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാ കാര്യങ്ങളും ഇവന് ഇങ്ങനത്തെ സ്വഭാവമാണ്. ഇത് പിശുക്കാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ സമാധാനിപ്പിക്കാണ്ട് അവരുടെ വീട്ടിലുള്ളവരെല്ലാം നോക്കി. ഇത് പിശുക്കല്ലടി. ഇത് പിശുക്കല്ല, ഇത് ഒരുമാതിരി ഒരു വട്ടം. കുഞ്ഞമ്മയുടെ മോൻ രാഘവൻ, അവന് ഇത് തന്നെ പ്രശ്നം. അവൻ ബാത്റൂം കഴിഞ്ഞിട്ട് ആ ബ്രഷ് വരെ തിരിച്ചു കൊടുക്കും. അത് മാത്രം ഇന്ന് അവൻ ഇടുന്നത് വേറെ 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 ചെരുപ്പാണേ. ഞാൻ ചോദിച്ചു അവനോട്, നിനക്ക് എവിടെ നിന്നാണ് ഇത്ര ചെരുപ്പ്, ഇത്ര പൈസ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറയാ അത് മേടിക്കുക, സൈസ് ശരിയല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു കൊടുക്കുവാന്ന്. ഒരു ദിവസം ഇട്ടിട്ട് തിരിച്ചു കൊടുക്കുവാന്ന്. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ അവൻ ആകെ ഉള്ളത് ഒരു പഴയ ജാപ്പാന്റെ കാലത്തുള്ള ഒരു ചെരുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിനക്ക് നീ മറ്റേ നാസറിന്റെ കൊച്ചിന്റെ കാര്യം പറഞ്ഞ വട്ടാന്ന് പറഞ്ഞില്ല. അപ്പൊ നീ അന്നേരം തിരിച്ചു കാണാൻ. അതെ ഞാൻ ഓർത്തോ, എന്റെ ഭഗവാൻ, എനിക്കറിയാം. ഞാൻ ഇപ്പഴേ ഈ നിമിഷം വരെ ഞാൻ ഓർത്ത് ചിരിച്ചിട്ടേ ഉള്ളടി. എനിക്കറിയാവോ ഇത് രോഗമാണ് വട്ടാന്നൊക്കെ എനിക്കെല്ലാം അറിയാവോ. ആ നാസറാണ് എങ്ങനെ എൻ്റെ ഈശോയെ ആ കുഞ്ഞുങ്ങളെ വളർത്തി നിനക്കറിയാവോ. മരം വെട്ടിയും പുല്ലുവെട്ടിയും ഉപയോഗിച്ച് അവിടെ ഇവിടെയും പോയി എല്ലാം ഉണ്ടാക്കി വളർത്തിക്കൊണ്ട് പോയതാ. ഈ 2ാം ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണെന്നൊക്കെ ഓർത്തുകൊണ്ടൊക്കെ എല്ലാവരും ഇരിക്കുന്നു. പക്ഷെ അതിനൊന്നും കാര്യമില്ല കേട്ടോ. ഇപ്പം അങ്ങനത്തെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിനക്കറിയാലോ, ഞങ്ങൾ ഈ ക്രിസ്ത്യാനികളാകുമ്പോൾ ഞങ്ങളുടെ ആൾക്കാർക്ക് ഇച്ചിരി പിശുക്ക് കൂടുതലുമാണല്ലോ. കൃഷിക്കാരുടെ വീട്ടിൽ പിശുക്കാരാന്ന് ഓർത്താനാണ് എല്ലാ വീട്ടിലും പെൺപിള്ളേരെ ജോലിക്കാരെ കൊണ്ട് കെട്ടിച്ചത്. ഇപ്പൊ ജോലിക്കാരെ കെട്ടിച്ച് അത് നീ അറിഞ്ഞില്ലേ, നമ്മുടെ തൊമ്മൻ അറിഞ്ഞില്ലേ, ചാണ്ടിത്തൊമ്മനെ നീ കേട്ടിട്ടില്ലേ? പൂങ്കാവനത്തില് ചാണ്ടിത്തൊമ്മന്റെ മകളെ കെട്ടിച്ചിട്ട് അവള് പോലെ തന്നെ തിരിച്ചു പോകുന്നതേ. ആ പെങ്കൊച്ചാണ് പാവം. അവള് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ആയിരുന്നു, വലിയ സെലിബ്രിറ്റി ആയിരുന്നു. എന്നിട്ട് എന്നാ പറ്റിയ 2ാം ഘട്ടമായിരുന്നു ആ പെണ്ണിന്. പാവം ആദ്യത്തെ കെട്ടിയവനാണെന്നൊരു പെണ്ണുപിടിയനായതുകൊണ്ട് അവനെ ആ കുറ്റം പറഞ്ഞ് ആ പെങ്കൊച്ച് തിരിച്ചു പോകും. അവള് നല്ല സ്വഭാവമായിരുന്നു അവളുടെ കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തായിരുന്നു. സ്കൂളിൽ പഠിച്ചപ്പോൾ തൊട്ടേ ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ലാത്ത പെണ്ണായിരുന്നു ആ പെങ്കൊച്ച്. 2ാമത് കല്യാണം കഴിക്കാൻ ചെന്നിട്ടും അവള് ഇത് കൂട്ടൊരു കാലമാടന്റെ അടുത്താ ചെന്ന് ചേടിക്കുന്നത്. ഒരു സ്വഭാവ ദൂഷ്യവും ഇല്ലല്ലോ എന്ന്. ആദ്യത്തെ പെണ്ണുപിടിയനാണെന്ന് ഉടനെ പെണ്ണുപിടി ഇല്ലാത്തവരത്തിനെ നോക്കി ചെന്ന അടിമോനെ. അന്നേരത്തെ ഉണ്ടല്ലോ അവന്റെ സ്വഭാവം ഇത് തന്നെ. അവന്റെ സ്വഭാവം ഇങ്ങനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ മൊട്ടത്തലയായിരുന്നു. നല്ല രസം കേട്ടോ, നല്ല സ്റ്റോറിയാണ്. പുതിയ സിനിമയ്ക്കകത്ത് കൊടുക്കാൻ പറ്റിയ സ്റ്റോറിയാണ്. മൊട്ടത്തലേനാണല്ലോ എന്ന് ഓർത്ത് ഇവിടെ ഓർത്തു. മൊട്ടത്തലേനെ എനിക്ക് ഇഷ്ടമില്ല, തലനരച്ച് കൂടി. അപ്പോൾ ഇവിടെ ഓർത്തു ഇപ്പൊ ഹെയർ ഇംപ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് നല്ല സംഭവമൊക്കെ ചെയ്യാൻ. ഇവിടെ ഹെൽത്ത് ഫീൽഡിലാണ് നിൽക്കുന്നത്. അവിടെ കാനഡയിലൊക്കെ നല്ല വിളിക്കുക. നല്ല നീ കണ്ടിട്ടില്ലേ ആ കുട്ടിയെ? ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ചെമ്പഴുക്ക പോലത്തെ ചുമന്ന് തൊട്ടത്തിരിക്കുന്നു, നല്ല കണ്ണും എന്താ ഭംഗിയാന്നറിയോ. അയ്യോ പണ്ടാണ്ട് അവള് നമ്മളെ ആ സിനിമാടനുണ്ടല്ലോ, എൻ്റെ പേരെന്നാ
ഓ എൻ്റെ പേര് മറന്നുപോയല്ലോ, വിനീതിന്റെ ഒക്കെ നായിക അടിച്ച് പൊക്കക്കുറവാണല്ലോ, നല്ല ഭംഗിയാണ്. ഇത് നായികയായിട്ടൊക്കെ വന്നാൽ ഡാൻസ് കളിക്കും, പാട്ടുകളും അങ്ങനെ അവള് നല്ല മിടിക്കുകയൊക്കെ ആയിരുന്നു. അവള് നല്ല പഠിപ്പുണ്ടല്ലോ, നല്ല പഠിക്കുന്ന വെച്ചല്ലോ. അവസാനം അവള് ഈ മൊട്ടത്തലയനാണല്ലോ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിയുമ്പോൾ ശരിയാക്കാമല്ലോ, ഇങ്ങനെ പറയുന്നത് ശരിയല്ലോ എന്ന് നോക്കി ഈ മൊട്ടത്തലയാലും കുഴപ്പമില്ലെന്ന് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പോണ്ടടാ ഇവൻ ഈ അന്ന് വരുന്ന ഷേവ് ചെയ്യുന്നു. അപ്പം ഇതല്ലേ മുട്ട കിളുത്തിട്ടില്ല, പിന്നെന്താ അന്നേരം പറഞ്ഞാൽ അഥവാ അത് കുറ്റി വന്ന് വെളുത്തിരിക്കും. അപ്പം ഡൈ ചെയ്യണം. അപ്പം ഡൈ ഒന്നും ചെയ്യാൻ അവന് കഴിയല. ഇതെന്തൊരു കഷ്ടമായിരുന്നു ഓർത്തു. പിറ്റത്തെ ദിവസം പറഞ്ഞപ്പോൾ ഇവിടെ നോക്കിയേ കല്യാണത്തിനിട്ട കോട്ട് എന്ത് ചെയ്യേ, ആ കല്യാണത്തിന് നല്ല കോട്ടുണ്ടല്ലോ, നല്ല സ്റ്റൈല് കോട്ട്. ആ കോട്ട് എന്ത് ചെയ്യുന്നു വീട് മുഴുവൻ നോക്കിയിട്ട് കോട്ട് കാണുന്നില്ല. നോക്കിക്കഴിഞ്ഞപ്പോൾ അവനാ പിന്നെ അവൻ പറയുന്നത് കോട്ട് അവൻ തിരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അവൻ്റെ നോക്കിയപ്പോൾ അവൻ്റെ ഷൂ, നല്ലൊരു ഷൂ, അത് മുഴുവൻ എന്നാൽ പോളിഷൊക്കെ ചെയ്ത് വെച്ചേക്കാൻ അതും അവൻ തിരിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീട്ടിൽ സാധനം മേടിക്കാൻ വേണ്ടി പറഞ്ഞു. അത് ഇവനെ എന്ത് വിളിങ്ങിയ സംഭവിച്ചത് നിനക്കറിയോ? ഇവൻ നീ ഇപ്പൊ അതിശയപ്പെടുന്നു വരും, ഇവൻ ഇങ്ങനെയുള്ളവനെ കെട്ടിയെന്ന്. ഇപ്പോഴത്തെ കാലത്ത് ആല് ഓടിപ്പിടിച്ച് കെട്ടുവന്ന്. അത് ഞാൻ ചോദിച്ചു, ഞാൻ ചോദിച്ചു ഇപ്പോഴത്തെ കാലത്ത് ആല് ഇങ്ങനെ മണ്ടത്തരം കാണിക്കുമെന്ന്. അപ്പൊ ആ കൊച്ചിനോട് പറയാം, എൻ്റെ അമ്മാമ്മയെ ഒന്നും പറയണ്ട, എനിക്ക് കേട്ടിട്ട് സഹിച്ചില്ലടി, ചങ്ക് പൊട്ടുന്ന പോലെ എനിക്ക് തോന്നി ആ കൊച്ചിന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ. അയ്യോ, ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കേട്ടു. അപ്പം ഞാൻ നീ എന്തിനാ ഇങ്ങനെ പൊട്ടത്തരം ഇങ്ങനെ ചാടി എടുത്തതെന്ന് ചോദിച്ചു. പറഞ്ഞു അതുകൊണ്ടല്ല, ആദ്യത്തെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇതുണ്ടായതുകൊണ്ട് ഇത് സ്വഭാവദൂഷ്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ സമ്മതിച്ചതെന്ന് പറഞ്ഞു. അവസാനം ഈ പെണ്ണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്നാ സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ 3 തക്കാളി 2 സവോള 1 പാക്കറ്റ് പാലും ബ്രെഡും മേടിച്ചോണ്ട് വരും. കാരണം ഉണ്ടല്ലോ അമ്മയ്ക്ക് കൊടുക്കണം. അമ്മയുണ്ടല്ലോ, എൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടി അവൻ കെട്ടി. അമ്മയ്ക്ക് ഈ ബ്രെഡും പാലും കൊടുത്ത് ഇരിക്കുന്ന കാണും, വള്ളി പോലെ ഇരിക്കുന്നതെന്ന്, ചാകുന്ന പോരുമ്പത്തിന് ഇരിക്കുന്നത്. പെൻഷനുള്ള സ്ത്രീയാ, എന്നിട്ട് കൊടുക്കത്തില്ല, അവനെ നോക്കത്തില്ല. ഒരു മോളുണ്ട്, അവളുടെ അടുത്ത് വിടത്തില്ല. വിട്ട് കഴിഞ്ഞ് ഈ പെൻഷന്റെ പൈസ അല്ലേ അവൻ എടുക്കാൻ പറ്റത്തില്ലോ. അങ്ങനത്തെ സ്വഭാവം. അവരുടെ പെൻഷനും എല്ലാം എടുത്ത് ഷെയറിലിടും. ഷെയറിൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സാധനം മേടിക്കില്ല. അതിന് ഭക്ഷണം മേടിക്കാൻ പോയി ഇത്ര സാധനം ഇതുകൊണ്ട് ഒരാഴ്ച ഓടിച്ചോണം. ഈ 3 തക്കാളി ഈ സാധനം കൊണ്ട് എങ്ങനെ ഓടിക്കാനാ? ഒരു രക്ഷയില്ല. അതിൽ വലിയ കോമഡിയാണെന്നറിയോ, ഒരു ദിവസം മിറ്റ അടിക്കുമായിരുന്നു. മിറ്റ അടിക്കുന്ന സമയത്ത് കല്ലെങ്ങാണ്ട് അവരുടെ ഭിത്തിക്കെട്ടുങ്ങാണ്ട് അടിക്കുകയും ചെയ്ത് അതിനവൻ കിടന്ന് വലിയ ബഹളം ഉണ്ടാക്കി. അവൻ്റെ വീടെല്ലാം നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ എല്ലാം അവൻ്റെ കാര്യത്തിൽ ഭയങ്കര കോൺസെൻട്രേഷനാണ്. ഇങ്ങനെയാണ് ചട്ടിയും പ്രൈസറും വരെ ഇട്ടിട്ട് തിരിച്ചു കൊടുക്കുമല്ലോ. അതും കൊടുക്കും. അതങ്ങനെ കൊടുക്കും. അതിപ്പോ അവനങ്ങനെ കൊടുക്കും. ബനിയൻ മേടിച്ചിട്ട്, ഒരു വൈറ്റ് ബനിയൻ മേടിച്ചിട്ട് അവൻ ഇന്നലെ ഇട്ട ബനിയൻ അല്ലല്ലോ ഇതെന്ന് പറഞ്ഞപ്പോഴത്തേന് നോക്കിയപ്പോ അത് എനിക്ക് കൊള്ളത്തില്ലായിരുന്നു. എനിക്ക് 44 സൈസ് വേണം, 42 ഉണ്ടായിരുന്നു തിരിച്ചു കൊടുത്തത്. അപ്പൊ പിന്നെ അത് കൊടുക്കുമെന്നാണ് ഉറപ്പല്ലേ? അന്നത്തെ കാലത്ത് വിശ്വസിച്ചൊരു സാധനം നമുക്ക് ഇടാൻ പോലും കൊള്ളുകയായിരുന്നു. എനിക്കിപ്പോ അത് കൊടുക്കാൻ ഇതായിപ്പോയി. പിന്നെ നമുക്കിപ്പോ ഒന്നും മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. പക്ഷെ കിട്ടും, നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയിട്ട് സാധനങ്ങൾ മേടിക്കുന്ന കടകളിലുണ്ട്. അപ്പൊ അങ്ങനെ മേടിക്കുന്നവരുണ്ട്. പക്ഷെ ഇതൊരു പല സ്വഭാവമായി പോയില്ലേ. അങ്ങനെ എന്നിട്ട് പിന്നെ എന്നാ ഒരു കാര്യം ചെയ്യുന്ന, നമുക്ക് 2 പേർക്കൂടെ സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞു അടുക്കളയിലെ സെപ്പറേറ്റ് സംഭവങ്ങളാക്കി. നീ നിനക്കുണ്ടാക്കി, ഞാൻ എനിക്ക് ഉണ്ടാക്കിക്കോളും. അങ്ങനെ ഉണ്ടാക്കും. ഒരു ദിവസം നീ നോക്കിയോ പിന്നെ മുഴുവൻ ഇങ്ങനെ പഞ്ചസാര ഇങ്ങനെ ഇവിടെ എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പം നീ എൻ്റെ പഞ്ചസാരനെ പറ്റിക്കാൻ നീ പഞ്ചസാര എടുത്തു. ഞാൻ വൈ ഐ ഷുഡ് ടേക്ക് യുവർ തിങ്, ഐ ഹാവ് എവറിത്തിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്നേരം നോക്കിയപ്പോൾ ഇവൻ പഞ്ചസാര പറഞ്ഞിക്കാന്ന് പഞ്ചസാര തിന്നോണ്ടിരിക്കുക. അച്ചാറ് പറഞ്ഞിക്കാന്ന് അച്ചാറ് കിട്ടിയെടുക്കും. അങ്ങനത്തെ എല്ലാം കൂടെ അങ്ങനെ ആകെ വിഷമിച്ചു പോയി. എന്നാ ഇങ്ങനെയുണ്ടോ മനുഷ്യര്? അതാ ഇങ്ങനത്തെ കോട്ടത്തരം. ഇത് രോഗമാണെന്ന് മനസ്സിലായത് എന്നാന്ന് ചോദിച്ചാൽ, ചായക്കട സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിപ്പ്, അവിടുന്ന് വരികയല്ല. നമുക്ക് വീട്ടിൽ പോകാൻ മതിയില്ല, സാധനം മേടിച്ചില്ല, ഒരു ചായ കൂടെ കുടിച്ചു, ഒരു ചായ കൂടെ. ഇപ്പൊ ചായ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരാമെന്ന് ഇവിടെ പറഞ്ഞു. സങ്കടം തോന്നി, പാവം കഷ്ടമാണെന്ന്. പിന്നെയാണ് അറിയുന്നത് വായനയോട് വായന. എന്നാൽ ഇത് എവിടെ എന്നാ പുസ്തകം നോക്കിയപ്പം പിന്നെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്തുകൊണ്ട് മാർക്കറ്റിന്റെ വാതൊക്കെ പോയിരുന്നു വായിക്കും. എന്നാന്ന് ഇടയ്ക്കിടയ്ക്ക് ചായ ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ ആയിട്ട് ചായ കിട്ടുന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ വട്ടല്ലേ ഇത്, അതുകൊണ്ട് അവന് വട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊച്ചു മടുത്തു. അവസാനം സഖി കെട്ടു, എല്ലാം വേണ്ടത്. വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി വീഡിയോ കോൺഫറൻസ് വിളിച്ചപ്പോഴത്തേനും ഇവൻ പറയുകയാണ്, ഇപ്പോൾ ഷീസ് അരഗന്റ് ലേഡി, ഷീസ് ടോക്കിംഗ് ടു മീ ലൈക്ക് ദിസ്. ഇതിപ്പോൾ വാദി പ്രതിയായല്ലോ. അന്ന് നമ്മുടെ സ്കൂളിലത്തെ ചെക്കന്മാരെല്ലാം കൂടി വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ടാകാൻ പോയപ്പോൾ പിന്നെ സാറായി സീനാക്കി. പക്ഷെ ഇപ്പെല്ലാം നിന്ന് കേട്ടോ. പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിന്റെ ചായ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് അവിടെ ഇരുന്ന് കുടിക്കുന്നത് ശരിയാണോ അപ്പാ? ഇങ്ങനെ പറയുന്ന ആൾ ശരിയാണോ? അതുപോലെ എൻ്റെ സാലറി മുഴുവൻ അക്കൗണ്ടിൽ എടുത്തതിന് ശേഷം അത് മുഴുവൻ ഷെയർ മാർക്കറ്റ് എടുക്കുക. എന്നിട്ട് വീട്ടിൽ ഒരു ചോറ് മേടിക്കാനോ കറി മേടിക്കാനോ പറ്റാത്ത സ്ഥിതി. ഇത് നോർമലാണ്. എനിക്ക് ഇങ്ങനെ ഒരാളെ വേണ്ട. നോക്കൂ അപ്പ, ഇത്രയ്ക്കും പന്നയായിട്ട് ഇവിടെ ഇങ്ങനെ ഭർത്താവിനോട് സംസാരിക്കാൻ കൊള്ളാവോ? ഇവിടെ ഭർത്താവിന് ഇങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് കറക്റ്റ്. എന്നെ കറക്റ്റ് ചെയ്യാൻ ഞാൻ എന്ത് കുറ്റം ചെയ്യുന്നു? ഞാൻ കള്ളു കുടിക്കാത്ത, ഞാൻ പെണ്ണ് കുടിക്കാത്തതാണോ കുറ്റം? നിന്റെ അമ്മയെ നോക്കാൻ വേണ്ടിയല്ലേ നീ എന്നെ കെട്ടിയത്? കണ്ടോ ഇവിടെ സംസാരിക്കുന്നത് കണ്ടോ അപ്പ? അതേ എൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടി ഞാൻ പെണ്ണ് കെട്ടിയത്.
അമ്മയെ നോക്കാൻ വേണ്ടി പെണ്ണ് കിട്ടിയതാണ്. എനിക്ക് എൻ്റെ നിന്റെ പേര് ഞാൻ എഴുതിയില്ല എൻ്റെ വീട് മേടിച്ചപ്പോൾ. ആ പേര് എൻ്റെ പേര് നീ എഴുതി കഴിഞ്ഞാൽ നീ എല്ലാ മാസം പൈസ എൻ്റെ ശമ്പളത്തിൽ തന്നെ എടുത്ത് മോർഗേജ് അടയ്ക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ അടി ഒന്നും പറഞ്ഞ് രണ്ട് പറഞ്ഞ് വഴക്കായി. അവസാനം അവള് പറഞ്ഞ് അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു, ഒറ്റയ്ക്ക് ഞാൻ ജീവിച്ചോളാം, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്, എന്നെ ഒന്ന് വിട്ടു തരാമോ എൻ്റെ ഈശോയെ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവള് മതിയാക്കി. കാനഡയിലൊന്ന് സയന്റിസ്റ്റ് ആണ് പോലും, 4 കാശിന് വിലയില്ലാത്തവൻ. ഇതിലായിരിക്കും സയന്റിസ്റ്റ് ആയത്. സയന്റിസ്റ്റ് ആണ് ഇപ്പൊ എല്ലാവരും. തൊമ്മൻചേട്ടനെ മരുമോളന്മാരും സയന്റിസ്റ്റിലാണ്. സയന്റിസ്റ്റും വിദ്യാഭ്യാസം ഒന്നിനും കാര്യമില്ല. ഇങ്ങനെയുള്ളവർക്ക് കുടുംബജീവിതം പറ്റിയല്ല. അവര് കുടുംബജീവിതം നടത്തരുത്, അവരെ കറക്റ്റില്ല. ഇതിലും 2 കള്ളു കുടിച്ചിട്ട് 2 പറഞ്ഞാലേ നമുക്ക് കുഴപ്പമില്ല. അതാ പറയുമ്പോൾ മാത്രം അത് ഇവർ സ്നേഹത്തിലായല്ലോ. ഇതങ്ങനല്ല, ഇവരെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവരെപ്പോഴും ഇവരുടെ ന്യായീകരിക്കും. ഇവരുടെ സ്വയം കേന്ദ്രീകൃതമായ ഒരു സ്വഭാവ രീതികളായിരിക്കും ഇവർക്ക്. ഇവർക്ക് മറ്റുള്ളവരെ ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവരുടെ തെറ്റുകൾ അവർ ഒരിക്കലും തിരുത്തുകയില്ല. മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു കുറ്റങ്ങളും ഇല്ല, അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അത് ഈ അസുഖത്തിന് പറഞ്ഞ പേരാ നാർസിസം. ഇവരൊക്കെ നാർസിസ്റ്റ് നേച്ചർ അതെന്ന് പറഞ്ഞ് ഇപ്പൊ സമൂഹത്തിൽ കൂടിക്കൂടി വരിക. നമ്മുടെ ജീവിത രീതികളും സാഹചര്യങ്ങളും സ്വയം കേന്ദ്രീകൃതമായി കൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ട്. ഇവരൊരിക്കലും കുടുംബജീവിതം അവർക്ക് അങ്ങനെയുള്ളവരെ നമ്മൾ വേഗം രക്ഷപ്പെടുക. ഒന്നും പറഞ്ഞവരെ കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അവരിൽ നിന്ന് വേഗം രക്ഷപ്പെടുക. വേറൊരു ഈ ജീവിതത്തിൽ ഇന്ന് ഞങ്ങൾക്കൊരു പുരോഗതിയില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ വിട്ടുപോകും. അത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇതിനത്ര മാത്രമേ ചെയ്യാൻ പറ്റൂ.